ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നിവിടെ ഒരു സ്ക്വയറാണ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പെരിമീറ്റർ 15 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. നമുക്കറിയാം സ്ക്വയർ എന്ന് പറയുമ്പം എല്ലാ സൈഡും ഈക്വലാണ്. എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ക്വയറാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഇവിടെ പെരിമീറ്റർ 15 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നു. പക്ഷെ നമുക്ക് രണ്ട് സൈഡ് വരയ്ക്കാമെങ്കിൽ കിട്ടിയാൽ നമുക്ക് മൂന്നാമത്തെ നാലാമത്തെ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. അതായത് പെരിമീറ്റർ 15 ആണെങ്കിലും അതിൻ്റെ പകുതി എടുത്താൽ മതി നമുക്ക് സ്ക്വയർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പെരിമീറ്റർ 15 ഉള്ളതിൻ്റെ പകുതി എടുക്കാൻ പോവുകയാണ്. 7.5 സെൻറ്റിമീറ്റർ എടുക്കാൻ പോവുകയാണ്. 7.5 ഞാൻ വരച്ചു. ഇത്രയും 7.5 സെൻറ്റിമീറ്ററാണ്. ഇനി നമുക്ക് സ്ക്വയർ എന്ന് പറയുമ്പം എല്ലാ സൈഡും ഈക്വലാണ്. അപ്പോൾ നമുക്ക് അതിനേക്കാളും ഇപ്പോൾ 7.5ൻ്റെ തൊട്ടടുത്തുള്ള ഈക്വലായിട്ട് വരുന്നത് 8 സെൻറ്റിമീറ്റർ എടുക്കാം നമുക്ക്. അതായത് 8നെ 4ഉം 4ഉം ആയിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാൻ പഠിച്ചല്ലോ. അതേപോലെ തന്നെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന് 3 സൈഡ് വരും. ഇതെന്ന് പറയുമ്പം 4 സൈഡിൽ 2 സൈഡേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ 4ഉം 4ഉം എടുത്തു. ഇതാണ് 4ഉം 4ഉം. ഇത് 4ഉം ഇത് 4ഉം ആയിട്ട് എടുത്തു. എന്നിട്ട് നമ്മൾ ഇതിനെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് പാരലായിട്ട് മറ്റേ 4 ഡിവൈഡ് ചെയ്ത പോയിൻ്റിൽ കൂടെ നമ്മളൊരു പാരലൽ ലൈൻ വരയ്ക്കും. അപ്പോൾ ഏതിനാണോ പാരലായിട്ട് വരയ്ക്കുന്നത് അതിലേക്ക് സെറ്റ് സ്ക്വയറിനെ ചേർത്ത് വെക്കുകയും സെറ്റ് സ്ക്വയറിലേക്ക് സ്കെയിലിനെ ചേർത്ത് വെക്കുകയും ചെയ്യുക. എന്നിട്ട് സ്കെയിലിനെ മുറുക്കെ പിടിച്ചുകൊണ്ട് സെറ്റ് സ്ക്വയറിനെ പതുക്കെ മൂവ് ചെയ്യുക. മൂവ് ചെയ്ത് ആ പോയിൻ്റ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ അത് മറ്റേ ആദ്യത്തെ സെറ്റ് സ്ക്വയർ ചേർത്ത് വെച്ച വരയ്ക്ക് പാരലായിട്ട് കിട്ടും. ഇനിയിപ്പോൾ അതായത് ഇവിടെ 4 4 ആണെങ്കിൽ ഈ 7.5നെയും 2 ഈക്വൽ ഡിവിഷനായിട്ട് മുറിച്ചു. ഇനി നമുക്ക് കോമ്പസ് എടുത്തിട്ട് നമുക്ക് സ്ക്വയറിനെ കംപ്ലീറ്റ് ആക്കാം. അതായത് സ്ക്വയറിൻ്റെ ഒരു സൈഡാണ് ഇത്, ഒരു സൈഡ് ഇത്. അതേ ലെങ്ത്ത് തന്നെയല്ലേ ഇതും ആണല്ലോ. അപ്പോൾ സ്ക്വയറിനെ നമുക്ക് താഴോട്ടേക്ക് വരയ്ക്കാം. ഇതൊരു സൈഡ്, ഇതടുത്ത സൈഡ്. പിന്നെ നമുക്കറിയാം സ്ക്വയർ എന്ന് പറയുമ്പോൾ ഓൾ ആംഗിൾസ് ആർ 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് സെറ്റ് സ്ക്വയർ വെച്ചോ 9 കറക്റ്റ് പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഇല്ലേ പ്രൊട്രാക്ടർ വെച്ചിട്ടാണെങ്കിലും 90 ഡിഗ്രി എടുത്താൽ മതി. അപ്പോൾ ഇതൊരു സൈഡായി. അടുത്ത സൈഡായി. ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയർ കിട്ടി. അപ്പം ഞാൻ ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ സ്ക്വയർ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.